കുപ്രസിദ്ധ ഗുണ്ട അർജുൻ ആയങ്കിക്കെതിരെ കുരുക്കുമുറുക്കുകയാണ് പോലീസ്. ആഭ്യന്തരമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട കേസിൽ ആയങ്കിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായാണ് സൈബർ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത്. ഇതിനിടെ കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജയിലിലെത്തി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. അർജുനെതിരെ കാപ്പ ചുമത്താനുള്ള നടപടികളും ഊർജിതമാക്കിയിട്ടുണ്ട്. കോതമംഗലത്തെ ഗൂഢാലോചന കേസിൽ ആയങ്കിയുടെ ജാമ്യം കോടതി റദ്ദാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെയും പോലീസിനെയും സമൂഹ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ച കേസിലാണ് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. തലശ്ശേരി CJM കോടതിയാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചത്. തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനുമായി കണ്ണൂർ ടൗൺ സൈബർ പോലീസാണ് അർജുനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിലെ നിർണായക തെളിവായ കുറ്റകൃത്യം ചെയ്ത ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. അതേസമയം പോലീസ് വ്യാജമായി തെളിവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നത്. വെള്ളിയാഴ്ച 11:30 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. കോടതി 3 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് വിട്ടുകൊടുത്തത്. കസ്റ്റഡിയിലെടുത്തതായിട്ട് ആ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ ആ മൊബൈൽ ഫോണിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും പറയാതെ, IMEI നമ്പറോ മറ്റോ ബ്രാൻഡോ ഒന്നും പറയാതെ മറ്റൊരു ഫോൺ iPhone 16 Pro കണ്ടെത്തണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞത്. പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്, പോലീസ് ആവശ്യപ്പെട്ടത്. 9 പുലർച്ചെ 2:15 കസ്റ്റഡിയിലായ അർജുൻ തലശ്ശേരി സബ് ജയിലിൽ 14 ദിവസത്തെ റിമാൻഡിലായിരുന്നു. ഒളിവിലായിരുന്ന സമയത്ത് അർജുൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തതെന്നാണ് പോലീസ് കരുതുന്നത്. ഇതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒളിവിൽ കഴിയാൻ സഹായിച്ചവരെയും കണ്ടെത്താനുണ്ട്. ഇതിനിടയിൽ കോതമംഗലം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ അർജുന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്നാണ് കേസ്. കണ്ണൂരിലെ കസ്റ്റഡി പൂർത്തിയായാൽ കോതമംഗലം പോലീസും അർജുനെ കസ്റ്റഡിയിൽ വാങ്ങും. അർജുൻ ആയങ്കിയുടെ അഴീക്കോട് കപ്പക്കടവിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത ലാപ്ടോപ്പും പെൻഡ്രൈവും പോലീസ് വിശദമായി പരിശോധിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്താനുള്ള ഊർജിത ശ്രമത്തിലാണ് പോലീസ്. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളിൽ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് കാപ്പ ചുമത്താനുള്ള നടപടികളും പോലീസ് വേഗത്തിലാക്കി. ഇതിനു മുന്നോടിയായി പ്രതിക്കെതിരെയുള്ള കേസ് ഹിസ്റ്ററി ശേഖരിച്ചു. ഇത് കലക്ടർക്ക് കൈമാറും. ഇത് സംബന്ധിച്ച് കലക്ടറാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അർജുനെ കണ്ണൂരിലെ അഭിഭാഷകയുടെ വീട്ടിൽ കാറിലെത്താൻ സഹായിച്ച സുഹൃത്ത് പ്രണവിന്റെ അറസ്റ്റ് പയ്യന്നൂർ പോലീസ് രേഖപ്പെടുത്തി. അർജുന്റെ സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. 3 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ കൊച്ചിയിലുള്ളത്. ഇതിൽ കോതമംഗലത്തെ കല്യാണ വീട്ടിൽ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നേരത്തെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്ന് കോടതി ജാമ്യം റദ്ദാക്കി. ഊന്നുകൽ SHOയെ ഭീഷണിപ്പെടുത്തുകയും ഭാര്യയ്ക്ക് അശ്ലീല സന്ദേശം അയക്കുകയും ചെയ്തതാണ് മറ്റൊരു കേസ്. ഈ കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത്. 9 പുലർച്ചെ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ ആയങ്കി പോലീസിന്റെ പിടിയിലായത്. അർജുൻ ആയങ്കിയെ തന്റെ വീട്ടിൽ ഒളിപ്പിച്ചതായിരുന്നില്ലെന്നും അർജുനും താനും തമ്മിലുള്ളത് അഡ്വക്കേറ്റ് ക്ലയന്റ് ബന്ധമെന്നും അഭിഭാഷിക ഡെലീറ്റ ടൈറ്റസ് വ്യക്തമാക്കിയിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഇത്രയധികം സമയം വരെ അവിടെ ഒരാൾ നിൽക്കുന്നത് ഒളിപ്പിക്കലാണെന്നുള്ളത് വേറൊരു കാര്യങ്ങളുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.